കൊള്ളാം. ഇതെവിടാ? ചപ്പാത്തി വന്നപ്പം ഞങ്ങള് ഇവിടെ ഒന്ന് കീറിയതാ. എങ്ങനെയുണ്ട് ഈ തേയിലക്കാടൊക്കെ? കൊള്ളാം. പിന്നെ നമ്മൾ തേയിലക്കാടാ കാണാൻ പോകുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു. ഇത് കണ്ടോ തേയിലക്കാടൊക്കെ? വലിയൊരു തേയിലക്കാടാണ്. ചപ്പാത്തിന്ന് ഒരു 2 കിലോമീറ്റർ അകത്തോട്ട് വാഗമൺ റൂട്ടിലാണ് ഈ കാണുന്ന സ്ഥലം. വളരെ നല്ലൊരു സീനറിയാണ്. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരു വലിയ ടീ എസ്റ്റേറ്റാണ്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. അപ്പം ഇവിടുന്ന് ഇനി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്ങോട്ടാണ്? അയ്യപ്പൻ കോവിലോട്ടാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നമ്മൾ പോവുക. ആ സൈഡിലുള്ള സീനറിയൊക്കെയാണ് കാണുന്നത്. തിരിച്ചങ്ങനെ ചപ്പാത്ത് ജംഗ്ഷനിലോട്ട് പോവുക. നല്ല ചുമന്ന ഇതൊക്കെ വെച്ചേക്കുന്നത് എന്തിനാണെന്ന് കേട്ടോ, നമ്മൾക്ക് വലിയ വണ്ടികൾ പോവാതിരിക്കാൻ അല്ലേ? അതിനൊന്നുമല്ല. ഇതാണ് ചപ്പാത്ത് പാലം. ഇവിടെയാണ് 2018 വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറി കിടന്നത്. വാർത്തയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കാണുന്ന കടയിലൊക്കെ വെള്ളം കയറി തന്നു. ഞാനും അച്ചുകൂട്ടനും പോണത് എങ്ങോട്ടാണ്? അയ്യപ്പൻ കോവിൽ. അയ്യപ്പൻ കോവിലോട്ട്. അയ്യപ്പൻ കോവിലെത്തി നമ്മൾ. അങ്ങോട്ടുള്ള വഴിയാ. അയ്യപ്പൻ കോവിൽ അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള വഴിയാ. ഇതാണ് അയ്യപ്പൻ കോവിലോട്ടുള്ള വഴി ആണ്. അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള വഴി. വഴി കുറച്ച് മോശമാണ്. നമ്മൾ ആ മോശമായ വഴി കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴക്കാറുണ്ട്, നോക്കിക്ക്. നല്ല മഴക്കാറുണ്ട്. അപ്പം നമ്മൾ അവിടെ എത്തും. ആ കാണുന്നത് അമ്പലം, അയ്യപ്പൻ കോവിൽ അമ്പലമാണ്. പക്ഷെ വഴി മോശമാണ്. വഴി മോശമായതുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. വണ്ടി എങ്ങാനും താന്നു പോയാലോ? ആ അമ്പലത്തിൻ്റെ അവിടെ ഒരു പാലം പോലെ ഉണ്ട്. കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോയി നോക്കിയേ. മുന്നോട്ട് പോയി അവിടം വരെ ഒന്ന് എത്തിപ്പെടാൻ പറ്റുമോ നോക്കി. പക്ഷേ കുറച്ചും കൂടി ചെളിയും കൂടുതലാണ്. അതുകൊണ്ടോ കാർമേഘങ്ങളൊക്കെ കാരണം മഴ വരുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് വണ്ടി നേരെ നമ്മൾ തിരിക്കുക. പിന്നെ തിരിച്ചു പോയി അങ്ങോട്ട് പോവായിരുന്നു. എങ്ങനെയുണ്ട് ഈ കാഴ്ചകളൊക്കെ? നല്ല രസമായിരുന്നോ? നല്ല പ്രത്യേകതരം ചെടികളും മരങ്ങളും ഒക്കെ അവിടെയുണ്ട്. പിന്നെ മേഘങ്ങളൊക്കെ കണ്ടു. നല്ല രസമാണ്. അതന്നെ നമ്മുടെ തൂക്കുപാലം, അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. ഈ കാണുന്നത് ഈ പാലാണ് തൂക്കുപാലം. അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. ഇവിടെ ഒരു കടത്തൊക്കെ ഉണ്ട്. നല്ല തോണിയുണ്ട്. അതേ കൂടെ കയറി ആ തോണിയെ കൂടെ കയറി ഇതിലെല്ലാം കറങ്ങാൻ പോകാൻ പറ്റും. ഇതാണ് തൂക്കുപാലം. ഞങ്ങൾ എന്നിട്ട് ഞാനവിടെ ഒരു ഐസ്ക്രീം കട കണ്ടില്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ വണ്ടി കയറ്റിയിടും. അപ്പം മുമ്പേ അയ്യപ്പൻ കോവിലോട്ട് പോയ വഴിക്ക് ഇവിടെ മുഴുവൻ ചെളി തെറിച്ചായിരുന്നു. അപ്പുറത്തെ സൈഡ് ഫുള്ള് ചെളിയാണ്. വേണ്ട അച്ചുക്കുട്ടനും പാറും. വേണ്ട അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. അപ്പം ഇതെന്നതായി കാണുന്നത്? അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. ഇതിൻ്റെ താഴെ പെരിയാറിലെ വെള്ളമായി കാണുന്നത്. ഇത് നിറയും. നല്ല മഴ സീസണൊക്കെ ആകുമ്പോൾ നന്നായിട്ട് നിറയും. അപ്പോൾ ഈ നമ്മൾ കയറിപ്പോയ പാലം മുഴുവൻ വെള്ളത്തിനടിയിലാവും. ഞങ്ങൾ പിന്നെ ഞാൻ ഒരു ഐസ്ക്രീം കട കണ്ടിട്ട് ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ പോയി. ഐസ്ക്രീം മേടിച്ചോണ്ട് തൂക്കുപാലത്തെ കയറി. വളരെയധികം പഴക്കമുള്ള തൂക്കുപാലാണ്. ശ്രദ്ധിക്കണമെന്നുള്ളത് സംശയമാണ്. ഐസ്ക്രീം കഴിച്ചുകൊണ്ട് പാറും അച്ചുക്കുട്ടനും പാലത്തെ കൂടെ കയറി നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ടില്ലേ അതിൽ കൂടെ ഇളങ്ങനൊക്കെ ഉണ്ടായിരുന്നു.
ഞങ്ങൾ പിന്നെ തൂക്കാലത്തിലോട്ട് കയറി പോവായിരുന്നു. അവിടെ ഒരു ഇങ്ങനെ സ്ഥലം വെച്ചിട്ടുണ്ട്, എച്ചു പോലെ. കണ്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയാണ് തൂക്കുപാലത്തിൽ നോക്കുമ്പോൾ. പിന്നെ വേറെ കുറേ യാത്രക്കാരും ഒക്കെ വന്ന് കയറിയൊക്കെ പോകുന്നുണ്ട്, ടൂറിസ്റ്റുകളൊക്കെ. കണ്ടോ? പിന്നെ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ടെത്തി, ഇപ്പുറത്തെത്തി, തൂക്കുപാലത്തിൻ്റെ ഇപ്പുറത്തെത്തി. ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ഐസ്ക്രീം. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് തൂക്കുപാലത്തിൽ 25-ലധികം ആളുകൾ ഒരേ സമയം പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നുവെന്ന്. കാരണം ഇത് മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പാറു മുമ്പ് പറഞ്ഞ പോലെ ഇത് കയറുമ്പോൾ ഭയങ്കരമായിട്ട് കിടന്ന് ഇളകുന്നത്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ ഇനിയിപ്പം തൂക്കാലത്തെ കൂടെ തിരിച്ച് അക്കരയിലോട്ട് പോകാൻ പോവാം. അപ്പോഴാണ് ഞാൻ എന്നാ ചെയ്തത്, ഐസ്ക്രീം കഴിച്ച് തീർത്തത്. ഉണ്ടോ, തൂക്കാലത്തെ കൂടെ തിരിച്ചു പോവാണ്. ഉണ്ണിമാവനും കൂടെ ഉണ്ട്. താഴെയെല്ലാം കുറേ വന്നിരിക്കുന്ന ആളുകളുടെ വണ്ടികളാണ്. തൂക്കുപാലത്തിൻ്റെ അപ്രവശത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ സമയമായി. തിരിച്ചിനി അടുത്ത സ്പോട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ച് മാട്ടുകെട്ട എന്ന് പറയുന്ന കവലയിലോട്ടാണ് ചെല്ലുന്നത്. അതുവഴി അവിടെ ചെന്നിട്ട് അകത്തോട്ടാണ് അയ്യപ്പൻ കോവിലേക്ക് പോകുന്ന വഴി. ഇതാണ് മാട്ടുകെട്ട കവല. ഇവിടുന്ന് നമ്മളിനി നേരെ പോകുന്നത് ഏഷ്യയിലെ ആദ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ മൺപാലം കാണാനായിട്ടാണ്. അങ്ങോട്ടേക്കുള്ള അവിടുന്ന് തൂക്കുപാലത്തിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അപ്പുറമാണ് ഈ സ്ഥലം. അങ്ങനെ നമ്മളിപ്പം മൺപാലത്തിലേക്ക് എത്തുന്നതാണ് അല്ലേ. ഈ കാണുന്നതല്ലേ ഇതെന്നാ ഏഷ്യയിലെ ആദ്യത്തെ മൺപാലം. അതുവഴി നമ്മൾ അപ്പുറത്തോട്ട് കടക്കുകയാണ്. ഇതാണ് ഈ ക്രോസ് ചെയ്യുന്നത് മൺപാലമാണ്. അതിൻ്റെ വ്യൂ ഒക്കെ എങ്ങനെയുണ്ട്, ഈ സ്ഥലം എങ്ങനെയുണ്ട്? വണ്ടി അപ്പുറത്ത് നമ്മൾ പാർക്ക് ചെയ്യാൻ പോവാം. നേരെ മൺപാലത്തിൻ്റെ താഴെ കൂടെ നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളം ഒഴുകുന്ന ഒരു വാട്ടർ ലെവലുണ്ട്, അങ്ങോട്ട് പോകും. ഞാനും കൂട്ടരും തെന്നാതെ പോയേ. ഉണ്ണിമാമൻ എപ്പോഴുള്ള തെന്നല് അല്ലേ? അതെ അതെ, ഇവിടെ തെന്നി വീണ് സൂക്ഷിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പോക്ക. ഈ പാലം അടുത്ത കാലത്തൊന്ന് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. എന്നാ രസമാണ്. ഇവിടെയാണ് പണ്ട് ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമയിൽ ദിലീപിൻ്റെ ഒക്കെ വീടായിട്ട് സെറ്റ് ഇട്ടിരുന്നത്. ഇതിൻ്റെ ഷൂട്ട് നടന്ന ഭാഗമാണിത്. ഇതാണ് മൺപാലം. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ആദ്യത്തെ മൺപാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലമാണ്. കട്ടപ്പന റോട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിലിങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ആ വാട്ടർ ലെവൽ കാണാൻ പറ്റും. നമ്മളിത് കൂടെ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കവിടെ വാട്ടർ ലെവൽ കാണാൻ പറ്റും. KSRTC അത് പ്രൈവറ്റ് ബസ്. അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ബസ്സൊക്കെ പോകും. അപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങി ചെല്ലാം. അവിടെ കുറച്ച് ഇങ്ങനെ ഒരു വെള്ളം കിടപ്പുണ്ടായിരുന്നു. വളരെ പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ. കണ്ടോ, നമ്മളങ്ങനെ ആ വാട്ടർ ലെവലിൻ്റെ അടുത്തെത്തി. ഇതിനകത്ത് മീനുണ്ടോ? പിന്നെ മീനൊക്കെ ഉണ്ട്, ചൂണ്ടയിടുന്നുണ്ട്. കണ്ടിട്ടില്ലല്ലോ. ഇതാണ് വാട്ടർ ലെവൽ. എങ്ങനെയുണ്ട് കാലാവസ്ഥ? നല്ലൊരു രസകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ പോയ സമയത്ത്. അടുത്തല്ലേ. വീണ്ടും കാണാവേ. ബൈ ബൈ.